UDF വിജയത്തിന് പിന്നാലെ കൊല്ലം ഇരവിപുരം നിയമസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിനെ പരിഹസിച്ച RSP 4-3-7 പേരാണ് ജില്ലയിലുള്ളതെന്നും സീറ്റ് ചോദിക്കുന്ന ലീഗിന് നാണം വേണമെന്നും RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം AA അസീസ് പറഞ്ഞു. ഇരവിപുരത്ത് RSP തന്നെ മത്സരിക്കുമെന്നും അസീസ് പറഞ്ഞു. പക്വതയില്ലാത്തവരാണ് ജില്ലയിലെ ലീഗിനെ നയിക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു. പ്രതികരണത്തിലേക്ക്. ദുരാഗ്രഹമെന്ന് വേണമെങ്കിൽ പറയാം. ലീഗിൻ്റെ മണ്ഡലമൊന്നും അല്ലാതെ അവിടെ ലീഗിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ PKK ബാബ ഒരിക്കൽ ജയിച്ചത് കൊണ്ടാണ് ലീഗിൻ്റെ മണ്ഡലം ആകുന്നത്. PKK ബാബ മത്സരിച്ചതിന് വീണ്ടും PKK ബാബ വന്ന് ഞാനുമായി മത്സരിച്ചല്ലോ. 8500 വോട്ടിന് തോറ്റല്ലേ പോയത്. കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ 2 ലീഗുകാർ ജയിച്ചല്ലോ. ലീഗ് ഇനി 5 സീറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് മത്സരിക്കാൻ ആളില്ല. 3 സീറ്റ് മത്സരിച്ചില്ല, 2 സീറ്റേ മത്സരിച്ചോളൂ. അങ്ങനെ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം ആവശ്യപ്പെടുക. നാണം വേണ്ടേ ഇത് ചോദിക്കാൻ? പക്വതയുള്ള ലീഡർഷിപ്പ് ലീഗിലില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മൺമറഞ്ഞു പോയി. അപ്പോൾ അനുയായികളുടെ ലീലാവിലാസമായിരുന്നു ഇപ്പം നടക്കുന്ന. അവർക്ക് 4-3-7 പേര് അവിടെ എവിടെയൊക്കെ ജയിച്ചതുകൊണ്ട് ഉടനെ അവർക്ക് തോന്നൽ ഇനിയിപ്പം നമുക്ക് രാജ്യം പിടിച്ചാൽ എന്താ? ഏതർത്ഥത്തിലാണ് ഇവർ ഇരവിപുരത്ത് മത്സരിക്കുന്നത്? ഇവർക്ക് ഇരവിപുരം കൊടുക്കാവുന്ന ആരാ അവർക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഷമീർ ചേർന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഷമീറെ, ലീഗ് നേരത്തെ തന്നെ ഇരവിപുരം സീറ്റിന്റെ കാര്യത്തിൽ നമ്മളോട് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. നമ്മളോട് തന്നെ പ്രതികരണമൊക്കെ വന്നിരുന്നതാണ്. ഇരവിപുരത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയും ഇല്ല എന്നുള്ള കാര്യം. RSP നിലപാട് കുറച്ചും കൂടി ഒരു പടി കൂടി കടന്നിട്ടുണ്ട്. നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഈ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു. കൊല്ലം അതായത് LDFന്റെ ഇടത് കോട്ടയായിരുന്ന കൊല്ലം പൊളിക്കാനായത് വലിയ നേട്ടമായി UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ RSPയുടെയും ലീഗിൻ്റെയും ഈ പ്രതികരണങ്ങൾ വരുന്നത്. എങ്ങനെ വിലയിരുത്തണം ഇപ്പോഴത്തെ RSPയുടെ പ്രതികരണത്തെ? ഷമീർ, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം AA അസീസാണ് ഇപ്പോൾ ലീഗിനെ രൂക്ഷമായി വിമർശിക്കുന്നത്. അതായത് ഘടകകക്ഷിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയായ മുസ്ലിം ലീഗിനെയാണ് കടന്നാക്രമിച്ചത്. അത് ജില്ലയിലെ നേതൃത്വം മാത്രമാണ് താൻ ഇത്തരത്തിൽ കടന്നാക്രമിച്ച് പറയുന്നതെന്ന് അദ്ദേഹം ആദ്യം പറയുകയും ചെയ്തു. ജില്ലയിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് 2 സീറ്റിൽ മാത്രമാണ് ലീഗ് വിജയിച്ചിട്ടുള്ളത്. മുഴുവൻ 5 സീറ്റുകൾ നൽകിയ സമയത്ത് 3 സീറ്റുകൾ തിരികെ നൽകിയ ശേഷം 2 സീറ്റിൽ വിജയിച്ചാൽ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ആദ്യമായി പരിഹസിച്ചത്. അതൊരു ദുരാഗ്രഹമാണ്. ലീഗിന് ഇത്തരത്തിലൊരു 2 കോർപ്പറേഷൻ സീറ്റ് പിടിച്ചതുകൊണ്ട് മാത്രം ഇരവിപുരം നിയമസഭാ മണ്ഡലം പോലൊരു സീറ്റ് ചോദിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അത് RSP മത്സരിക്കുന്ന സീറ്റ് തന്നെയാണ്. ഇടതുമുന്നണിയിലായിരുന്ന സമയത്ത് 4 തവണ താൻ അവിടെ മത്സരിച്ചു. അതായത് AA അസീസ് അവിടെ മത്സരിച്ചു. 3 തവണയും അദ്ദേഹം വിജയിച്ചു. പിന്നീട് മുന്നണി മാറ്റം ഉണ്ടായ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് RSPയെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് RSP അവിടെ പരാജയപ്പെട്ടത്. പിന്നീട് ലീഗ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം PKK ബാവ അവിടെ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായ സാഹചര്യം. ആ സാഹചര്യമല്ല ഉണ്ടായത്. പിന്നീടും PKK ബാവ അവിടെ മത്സരിച്ചല്ലോ. അതിനുശേഷം KM ഷാജി മത്സരിക്കുന്നു, അഹമ്മദ് കബീർ മത്സരിക്കുന്നു. അങ്ങനെ ലീഗിലെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ അവിടെ മത്സരിക്കുമ്പോൾ അവരെയൊക്കെ താൻ പരാജയപ്പെടുത്തിയ ആളാണ് എന്നാണ് AA അസീസ് പറയുന്നത്. മുന്നണി മാറ്റം കൊണ്ട് മാത്രം ആ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇടതുമുന്നണി നിന്ന സമയത്തും RSP തന്നെയാണ് ഇരവിപുരം സീറ്റിൽ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല. 4-3-7 പേരുള്ള ലീഗിന് എന്ത് അവകാശമാണ് ഇത്തരത്തിൽ ഈ സീറ്റ് ചോദിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലീഗിന് പകരം സീറ്റ് നൽകിയിട്ടുണ്ട്. തോൽക്കുന്നതോ ജയിക്കുന്നതോ ആയ സീറ്റുകളില്ല. നേരത്തെ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് തോൽക്കുന്ന സീറ്റിൽ മാത്രമാണ് കൊല്ലത്ത് തങ്ങളെ പരിഗണിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തോൽക്കുന്നതോ ജയിക്കുന്നതോ ആയ സീറ്റുകളില്ല. പുനലൂരിൽ അവർക്ക് അർഹമായ സീറ്റ് കൊടുത്തു. അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി വന്ന് മത്സരിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വിജയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇരവിപുരം സീറ്റ് ആരും സ്വപ്നം കാണണ്ട. ആ സ്വപ്നം വെറുതെയാകും. ആ സീറ്റിൽ തങ്ങൾ തന്നെ മത്സരിക്കും. വരുന്ന 24-ാം തീയതി RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഇരവിപുരത്ത് ആരാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കും. അതനുസരിച്ച് അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ലീഗിൻ്റെ നീക്കം. ഇവിടെ ലീഗിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ UDFിനുള്ളിലെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നടത്തരുത്. അത് പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ലീഗിനെ
നയിക്കുന്നത് തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങളാണ് എ അസീസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലീഗിൻ്റെ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക്, ഇത്തരം പ്രതികരണങ്ങൾക്ക് ആദ്യ തലത്തിൽ ഇങ്ങനെ തന്നെ മറുപടി നൽകിയാൽ മതി എന്നാണ് RSPയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഒരു പടി മുന്നിലേക്ക് കടന്ന് ലീഗിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന എ അസീസ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. അതുകൊണ്ട് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഉദ്ദേശിച്ചല്ല താൻ ഇത് പറയുന്നത്. 4, 3, 7 പേർ മാത്രമുള്ള കൊല്ലത്ത്, അതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ആളില്ലാത്ത മുസ്ലിം ലീഗ് ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇരവിപുരം പോലൊരു സീറ്റ് ആവശ്യപ്പെടുന്നത്? അത് ബാലിശമായ പറച്ചിലാണ് ലീഗ് നടത്തിയിരിക്കുന്നതെന്നുള്ള രൂക്ഷമായ വിമർശനവും പരിഹാസവും അടങ്ങിയ സൗണ്ട് ബൈറ്റ് ആണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചത്. ഓക്കെ ഷമീറ, ഇതിപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ നേതാക്കളുടെയൊക്കെ ഈ പറച്ചിൽ, അല്ലെങ്കിൽ ഇരവിപുരത്തിന് വേണ്ടിയുള്ള നേതാക്കളുടെയൊക്കെ അവകാശവാദം, അത് എത്ര കണ്ട് ചർച്ചയാകും, എങ്ങനെ ഇനി മുന്നണി ഈ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്കെടുക്കുമെന്ന കാര്യവും കാത്തിരിക്കണം, കാത്തിരുന്ന് തന്നെ അറിയണം.